അപ്പൊ നമ്മളിപ്പോ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നടക്കണം. ഇവിടെ എൻ്റെ അച്ഛൻ്റെ നാടായ വൈക്കത്ത് എല്ലാ വർഷവും ഞങ്ങൾ പോകാറുള്ള വൈക്കത്തഷ്ടമി കാണാനാണ് ഞങ്ങൾ എത്തിയത്. കുട്ടികൾക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ പിള്ളേരുടെ അടുത്തിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും 2 ചിറ്റന്മാരും കൂടിയാണ് പോയത്. വഴി മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചിടെ വണ്ടി ഇട്ടിട്ട് നടക്കേണ്ടതായിട്ട് വന്നു. ഇവിടെയൊക്കെ എഴുന്നള്ളിപ്പ് നടന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കൂട്ടി എഴുന്നള്ളിപ്പിൻ്റെ കഥ പറയാം. അഷ്ടമിക്കാണ് അത് നടക്കുന്നത്. ദാരികവധത്തിന് ശേഷം ഉദയനാപുരത്തപ്പൻ, അതായത് സാക്ഷാത് ശ്രീ മുരുകൻ അച്ഛനെ കാണാൻ വേണ്ടി അമ്മമാരോടും കൂടി, ഇനി അമ്മമാരാരൊക്കെയാണെന്ന് അറിയണ്ടേ, കൂട്ടുങ്ങൽ ഭഗവതി, ചാത്തൻകുടി ഭഗവതി ഇവരോടൊപ്പം എത്തുന്നു. അപ്പം വിജയിച്ചു വരുന്ന മകനെ സ്വീകരിക്കാനായിട്ട് താലപ്പൊലിയും വാദ്യമേളങ്ങളും കരഘോഷങ്ങളുമായി ആനപ്പുറത്ത് ശ്രീ വൈക്കത്തപ്പൻ എഴുന്നള്ളി നിൽക്കുന്നു. അപ്പോൾ വൈക്കത്തപ്പൻ ഒരു ഗോപുരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പരിവാരങ്ങളുമായിട്ട് നമ്മുടെ ശ്രീമുരുകൻ ദേവിമാരോടും കൂടി അച്ഛനെ കാണാൻ പോകുന്നു. അതാണ് കൂട്ടി എഴുന്നള്ളിപ്പ്. പിന്നെ വലിയ കാണിക്കുണ്ട് കേട്ടോ. വലിയ കാണിക്കൽ ലാസ്റ്റാണ് നടക്കുന്നത്. അതൊരു വെളുപ്പാങ്കാലൊക്കെ ആവും. ആദ്യം ഒരു കൈമൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആദ്യം കാണിക്ക അർപ്പിക്കും. അതിന് ശേഷം നമുക്ക് കാണികൾക്കും ഭക്തർക്കും ഒക്കെ അർപ്പിക്കാം. ഈ അമ്പലത്തിൽ വരുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളാണ്. അച്ഛൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ്റെ നമ്മുടെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ അമ്പലം എന്ന് പറയുന്ന അമ്പലമാണ് ചാത്തൻകുടി ഭഗവതി. പിന്നെ അവിടെ നമുക്ക് ഉദയനാപുരത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ അമ്പലത്തിൻ്റെ അടുത്താണ് അച്ഛൻ്റെ വീടുണ്ടായിരുന്നത്. അച്ഛൻ്റെ വീട്ടുപേര് ഗോശാലയ്ക്കൽ പുത്തമ്പടം എന്നാണ്. ആ ഗോശാല കൃഷ്ണൻ്റെ അമ്പലവും തൊട്ടടുത്തുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ്റെ വീടുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ ഇവിടുന്ന് കല്യാണത്തിന് മുൻപേ അങ്ങോട്ട് താമസം മാറിയതാണ്. ആ തണിക്ക് നെടുമശ്ശേരിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ വൈക്കത്തഷ്ടമിക്കാണ്. വൈക്കത്തഷ്ടമി വൈബ്സ് ഫുള്ള്. റോഡൊക്കെ നല്ല ദീപാലങ്കാരമൊക്കെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഭക്തന്മാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അഷ്ടമിക്ക് അവിടെ ആ ഒരു സ്ഥലത്തൊക്കെ അവധി കൊടുക്കുന്നു തോന്നുന്നു എല്ലാവർക്കും. ഓരോ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലും എതിരേൽപ്പ് അവിടെ കൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ അവിടെയൊക്കെ വെച്ച് അലങ്കരിച്ച് ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ച് അടിപൊളിയായിട്ട് അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഗോപുരമാണ്. ഈ ഗോപുരം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടവർ പോലെ അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര, ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇതിന് ഭയങ്കരം എന്ന വേർഡ് തന്നെ യൂസ് ചെയ്യണം. നല്ല തിരക്കാണ് അവിടെ. ഇവിടെയാണ് നമ്മുടെ ഉദയനാപുരത്തപ്പൻ ശ്രീ മുരുകനും കൂട്ടുങ്ങൽ ഭഗവതിയും ചാത്തൻകുടി ഭഗവതിയും എഴുന്നള്ളി നിൽക്കുന്നത് കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഭഗവാനെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കണ്ടിട്ട് മതിയാവുണ്ടായില്ല, പക്ഷെ തിരക്കായത് കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ തീവെട്ടിയൊക്കെ കത്തിച്ച് വെച്ചേക്കണോ ഭയങ്കര ചൂടും ആൾക്കാരുടെ നമ്മൾ തട്ടിയിടുക ആൾക്കാർ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് വേഗം നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഒന്നും കാണാൻ പറ്റില്ല.
അവിടങ്ങളിലൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് നമ്മൾ ഈ കുറേ ചിത്രങ്ങളൊക്കെ കണ്ടു. മലരും പൂവൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ കണ്ടു. അതേ പിന്നെ ഒരു ഗരുഡൻ ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് കേട്ടോ വൈക്കത്തപ്പൻ എഴുന്നള്ളി നിൽക്കുന്നത് മോനക്കാത്ത്. പിന്നെ അവിടെ എങ്ങും ഇരിക്കാനായിട്ട് ഒരു തുള്ളി സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടായിരുന്നു. ഇത് അവിടുത്തെ സ്റ്റേജാണ് കേട്ടോ. അവിടെ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുറേ പേര് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചുമ്മാ വെറും മണ്ണിൽ. ഇപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോയി ഇരുന്നിട്ട് അവർ 3 പേരും കിടന്ന് ഉറക്കമായിട്ടോ. ഞാൻ അവിടെ കണ്ണും വിളിച്ചിരിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അവിടെയൊക്കെ കിടന്ന് ഉറങ്ങുവാണ് ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിടക്കാനുള്ളൊരു പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ മണ്ണൊക്കെ ചെവി കയറി പോകുന്നവർക്കൊരു പേടി. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചേട്ടനാണ്. ഞാനവിടെ കിടന്നില്ല. ഇവരൊക്കെ നല്ല ഉറക്കമായിട്ടോ. ഞാൻ കിടക്കുന്ന വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഇത് അതേ കിടന്ന് ഉറങ്ങുവാണ്. ഇവരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. എൻ്റെ ദൈവം എനിക്ക് വയ്യ. എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. അവിടെ ശാസ്ത്രീയ കച്ചേരി നടത്തിക്കൊണ്ടിരുന്ന ഒരു ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിൽ നിന്നുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കായിരുന്നു ഈ വെളുപ്പിന് 3 മണി വരെ എങ്ങനെ ഇത് പാടണം എങ്ങനെയാന്ന്. അപ്പോൾ അതേ മംഗളമൊക്കെ പാടി നമ്മുടെ ഭഗവതിമാരും മുരുകനകത്തേക്കൊക്കെ കയറി മംഗളമൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. ഓം നമഃ ശിവായ. തിരുവയ്ക്കുമ്പോഴും തിരുവയ്ക്കത്തപ്പന്റെ കലാസന്നദ്ധയിൽ വിശേഷ സംഗീത സദസ് അവതരിപ്പിച്ചത് വോക്കൽ ഇസൈ പേരൊളി ശ്രീ രാമകൃഷ്ണൻ മൂർത്തി, ചെന്നൈ. HN ഭാസ്കർ മൃദംഗം യുവകലാ ഭാരതി ശ്രീ സംഗീത നാടക അക്കാദമി ഗുരുബന്ധു അവാർഡ് ജേതാവ്. ഉത്തരദിക്കിൽ നിന്നും ഉമാസുതന്റെ വരവും കാത്ത് ഉണർന്നിരിക്കുകയാണ്. ഉള്ളാലെ ഉലഞ്ഞു നിൽക്കുമ്പോഴും ഭക്തകോടികൾ കഷ്ടമി ദർശനത്തിലൂടെ ആനന്ദ ദർശനം നൽകിയതാണ് വൈക്കത്തപ്പൻ. വിഷണ്ണനായിരിക്കുമ്പോഴും മുന്നിലെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹമേകിയിരിക്കുകയാണ് ഭഗവാൻ. വടക്കിന്റെ വീഥിയും വടക്കേ ഗോപുരവും വലിയ മതിൽക്കകവും വലിയ പ്രദക്ഷിണ വഴിയും വിണ്ണും മണ്ണും വൈക്കത്തപ്പനും കാത്തിരിക്കുകയാണ്. വിജയഭേരി മുഴക്കി വെന്നി പെരുമ്പറയടിച്ച് വെന്നിക്കൊടി ഉയർത്തി വിജയശ്രീ ലാളിതനായി എത്തുന്ന തിരുമകന്റെ തിരുവെഴുന്നള്ളത്തിനായി താരകാസുര നിഗ്രഹവും കഴിഞ്ഞ് ആഘോഷഭേരിയായി ഉദയനാപുരത്തപ്പന്റെ വരവിനായി കാത്തിരിക്കുകയാണ് അച്ഛന്റെ സന്നിധി. അച്ഛന്റെ ഉള്ളം കുളിർപ്പിക്കുന്ന ആ കാഴ്ച കാണാൻ തിരുവയ്ക്കത്തിൽ. ഇത് ലാസ്റ്റാണ് കേട്ടോ വലിയ കാണിക്കായിട്ട് തൊഴുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൈമൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിനിധി വന്നിട്ടാണ് ഈ കാണിക്ക അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭക്തർക്ക് എല്ലാവർക്കും അർപ്പിക്കാം. അതൊക്കെ വെളുപ്പാങ്കാലാവും. അപ്പോൾ ഞങ്ങൾ കുട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോന്നു.